blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിനെ സാധ്യമാക്കി തീർക്കുവാൻ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തുള്ള മുരുകനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം നൽകി ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള സുധ ശശിധരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 3 മക്കൾക്ക് വളരെ ശോഭനമായൊരു ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും അതുപോലെ തൊട്ട് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much and God bless you. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോയമ്പത്തൂർ മാർച്ച് 4 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. മീനാക്ഷി ഹാൾ, അവനാശി റോഡ്, പാപ്പനക്കൻ പാളയം, കോയമ്പത്തൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. സിസ്റ്റർ, ഈ ആൻറ്റിയുടെ പേര് ഏലിക്കുട്ടി എന്നാണ്. ഏതാണ്ട് 22 വയസ്സുള്ളപ്പോൾ മുതൽ ഈ ആൻറ്റിക്ക് കാലിൽ വേരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആൻറ്റിക്ക് 77 വയസ്സുണ്ട്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 55 വർഷത്തോളം ഈ ഒരു പ്രോബ്ലവുമായിട്ട് ഭയങ്കര വേദനയിലായിരുന്നു. ഏതാണ്ട് 22 വർഷം മുമ്പ് ഈ പ്രശ്നം വളരെ ഗുരുതരമായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നീളമുള്ള ഞരമ്പുകൾ മുറിച്ച് മാറ്റിയിട്ട് തുന്നിച്ചേർക്കുക ചെയ്യുന്നത്. പക്ഷേ സംഭവിച്ചത്, അങ്ങനെ തുന്നിച്ചേർത്ത ഞരമ്പുകൾ വിട്ടുപോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞരമ്പ് പൊട്ടി ഇങ്ങനെ രക്തം ഒലിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഓപ്പറേഷനിൽ പോലും പരിഹാരമില്ലാത്തത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ബ്ലഡ് ഇങ്ങനെ രാത്രി ഉറക്കത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഈ ആൻറ്റി കാണും. ഏതാണ്ട് 6 മാസം മുമ്പ് ബ്രദർ ഡാമിയൻ ഇങ്ങനെ TV യിൽ കൂടെ വിളിച്ചു പറഞ്ഞു, വളരെയധികം വേരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു.
സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ആ സൗഖ്യം ഈ ആൻറ്റി ഏറ്റെടുത്ത് കാലിൽ ഇങ്ങനെ തടകിയെന്നാണ് പറയുന്നത്. അതിനുശേഷം സംഭവിച്ചത് 55 വർഷം കൊണ്ട് യാതൊരു പരിഹാരവുമില്ലാതെ ഇരുന്ന ഈ രോഗാവസ്ഥ കർത്താവ് വെറും 3 ദിവസം കൊണ്ട് സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. ഈ പറയണ ശരിയാണോ മിശി? അതെ അതെ, 3 ദിവസം കൊണ്ട് മാറിപ്പോയി. 3 ദിവസം കൊണ്ട് മാറിപ്പോയി. ഇങ്ങനെ വെരിക്കോസ് വെയിനായിട്ട് വിഷമിക്കുന്ന ഒരമ്മച്ചിയാണ്. അത് അവർക്ക് ഒരു സൗഖ്യം ദൈവം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് എനിക്കാണെന്നും പറഞ്ഞ് ഞാനിങ്ങനെ തൂത്തു. അപ്പോൾ അത് പിറ്റേ ദിവസം 3 ദിവസം കൊണ്ട് അത് മാഞ്ഞു പോയി. പിന്നെ രോഗം എവിടെ വന്നതെന്ന് വരെ കാലയില്ല, പാടുപോലും ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാടുപോലും ഇല്ലാതെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ 6 മാസമായിട്ട് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിന് ഒരു കയ്യടി കൊടുക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മാതാവിനെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ നന്മകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ അമ്മയുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തനിക്കൊരു സൗഖ്യം ലഭിച്ചെങ്കിൽ ഇതുപോലെ രോഗികളായിട്ടുള്ള ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വരം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മാതാവിനെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Today I am going to speak to you about battles of a believer. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വിശ്വാസികൾക്ക് നേരിടുന്ന യുദ്ധത്തെ പറ്റിയാണ്. How many of you are believers here? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ വിശ്വാസികളാണ്? If you are believing the Lord Jesus, you are a believer. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒരു വിശ്വാസിയാണ്. And because of that belief, because of that faith, the Lord will bless us a lot this year. നമുക്ക് യേശുവിലുള്ള ആ വിശ്വാസം നിമിത്തം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ വർഷം അനുഗ്രഹിക്കാൻ പോവുകയാണ്. But we need to know something about our daily life. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നതിനെ പറ്റി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. The Bible says that we need to wage some wars in this world. ബൈബിൾ പറയുന്നു നമ്മൾ ഈ ലോകത്തിൽ ചില യുദ്ധങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. But what kind of wars? എങ്ങനെയുള്ള യുദ്ധങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? So let's turn to the Bible. നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. We are going to read from 2 Corinthians chapter number 10 verse number 3 to 5. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. Let's read. For though we live in this world, in the world we do not wage war as the world does. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകരെ പോലെ പോരാടുന്നവരല്ല. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യ ശക്തിയുള്ളവയാണ്. We demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയും കീഴടക്കുകയും ചെയ്യുന്നു. According to this verse, we need to fight some wars in this world. ഈ വചനപ്രകാരം നമ്മൾ ഈ ലോകത്തിൽ ചില പോരാട്ടങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. But it's not like the war we hear about India and Pakistan or some other countries. It's not like that. It is not a world war, World War I or World War II. It is a different kind of battle. നമ്മൾ സാധാരണ ഈ ലോകത്തിൽ കാണുന്ന പോലത്തെ ഒരു യുദ്ധമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അതുപോലെയല്ല 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലത്തെ യുദ്ധങ്ങളൊന്നുമല്ല ഈ ബൈബിളിൽ പറയുന്നത്. I'm talking about the battle a believer has to fight. ഈ ഞാൻ പറയാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു വിശ്വാസി നേരിടേണ്ടതായിട്ടുള്ള യുദ്ധമാണ്. A lot of believers have misunderstood about this war. എന്നാൽ ഒത്തിരി ദൈവമക്കൾ, വിശ്വാസികൾ ഈ യുദ്ധത്തെ പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരാണ്. In the scripture, Paul is saying that we are not waging war just like people do it in this world.
ഇവിടെ പൗലോസ് വളരെയധികം വ്യക്തമായി ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ്: ഈ ലോകത്തിലുള്ള ആളുകൾ യുദ്ധം ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. It is a different war. അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു യുദ്ധമാണ്. How many of you are following me? നിങ്ങൾ എത്ര പേർ എന്നെ പിന്തുടരുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. So it's a totally different battle. ഇത് വളരെ വ്യത്യാസം നിറഞ്ഞ ഒരു പോരാട്ടമാണ്. In other words, the arena is different, the ammunition is different, the method of waging war is different, the opponents are different, everything is different about this war. ഈ യുദ്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ യുദ്ധത്തിന് നടക്കുന്ന കാര്യങ്ങൾ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതിനെപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. There are two kinds of wars a believer has to wage. ഒരു വിശ്വാസി രണ്ട് തരത്തിലുള്ള യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. Number one, internal war. ഒന്നാമതായി അദ്ദേഹം നേരിടേണ്ട, ഒരു വിശ്വാസി നേരിടാനായിട്ടുള്ളത് അകത്തുള്ള ആന്തരികമായ ഒരു യുദ്ധമാണ്. 2 Corinthians 10 verse number 3 onwards, we just read, that is talking about a war that is happening inside of us. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടത് നമ്മുടെ ആന്തരികമായ മേഖലയിൽ നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു പോരാട്ടത്തെ പറ്റിയാണ്. Verse number 5, അതിന്റെ 5-ാമത്തെ വാക്യം, we demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. ദൈവ പരിജ്ഞാനത്തിന് എതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചുകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. In verse number 5, Paul is talking about waging war against ungodly thoughts that is coming into our mind. ഈ പൗലോസ് ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്, യേശുവിന്, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി ഉയർന്നു വരുന്ന ചിന്തകളെ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ നേരിടുന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. We believe in the Lord. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. We believe in the word. നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാണ്. We pray. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. We do a lot of spiritual things. നമ്മളെല്ലാവരും ഒത്തിരി ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. If we examine ourselves, a lot of unwanted thoughts are coming into our mind. എന്നാൽ നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ചിന്തകളായി ഒത്തിരി ദൈവികമല്ലാത്ത, നല്ലതല്ലാത്ത, ഒത്തിരി ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. Last week one young man came to me. കഴിഞ്ഞ ആഴ്ച ഒരു യുവാവ് എൻ്റെ അടുക്കിലേക്ക് He വന്നു. asked me a question. അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു. The question is this. ആ ചോദ്യം ഇതാണ്: See, a lot of ungodly things, dirty things are coming into my mind. Will I go to heaven? എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് ഒത്തിരി നല്ല കാര്യമല്ലാത്ത അശുദ്ധി നിറഞ്ഞ ചിന്തകൾ വരുന്നുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ? What will you give? How will you answer to this question? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഉത്തരമാണ് അതിന് കൊടുക്കുന്നത്? How many of you can say, on a given day, I think only good thoughts, no bad thoughts? നിങ്ങൾ എത്ര പേർക്ക് തീരുമാനിക്കാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും ഒരു ദിവസം ഞാൻ നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന്? No bad thoughts. അന്നത്തെ ദിവസം നല്ല ചിന്തകൾ, ചീത്ത ചിന്തകൾ ചിന്തിക്കുകയില്ല എന്ന് പറയാൻ കഴിവുള്ള, കെൽപ്പുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 24/7 I am thinking only good things, no bad things, no bad thoughts. ഒരു ദിവസത്തെ 24 മണിക്കൂറും നല്ല ചിന്തകൾ മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ, ചീത്ത ചിന്തകൾ ഒന്നും ചിന്തിക്കില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? No brother, most of the times I have only bad thoughts. ബ്രദറെ, അങ്ങനെയല്ല. ചില സമയങ്ങളിലൊക്കെ ഞാൻ തെറ്റായ ചീത്ത ചിന്തകൾ ചിന്തിക്കാറുണ്ട്. See, remember one thing, all of us, we are living in this world and we all sometimes think bad thinkings. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ കടന്നു വരാറുണ്ട്. So what is the solution? എന്താണ് അതിന്റെ പരിഹാരം എന്താണ്? One example I can give you. അതിനുള്ള ഒരു കാര്യം ഇതാണ്. Suppose you are walking along the road. നിങ്ങൾ റോഡിലൂടെ നടക്കുകയാണെന്ന് ചിന്തിക്കുക. If you look above to the sky, you can see a lot of birds flying. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പക്ഷികൾ പറക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
Okay, as far as they are flying in the air, you are not harmed. It is okay. അത് ആകാശത്തിലൂടെ പറക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒരു കുഴപ്പവും വരുത്തുന്നില്ല. But if one bird is coming, one sparrow is coming and is sitting on your head. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ആ പറന്നു പോകുന്നതിനകത്ത് ഒരു പക്ഷി വന്ന്, ഒരു കുരുവി വന്ന് നിങ്ങളുടെ തലയിൽ വന്ന് ഇരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. It is sitting there. അതവിടെ ഇരിക്കുകയാണ്. You said it's okay. You are walking, carrying the bird. നിങ്ങൾ കുഴപ്പമില്ല അതൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കുരുവിയും ആ പക്ഷിയുമായി നിങ്ങൾ നടന്നു പോവുകയാണ്. Slowly the sparrow started to make a nest in your hair. അത് കുറച്ച് കഴിയുമ്പോൾ ആ കുരുവി നിങ്ങളുടെ തലയിൽ ഒരു ചെറിയ കൂട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. And is building a nest. അതൊരു കൂട് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. After some time it laid its egg. അതിനുശേഷം അത് മുട്ടയിടാൻ തുടങ്ങുകയാണ്. After a few weeks, all the eggs gave its chicks. A lot of small birds are coming out. ആ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ, ആ കുരുവിയുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണ്. Now the nest and the birds, new birds, everything is becoming heavier on your head. അതിനുശേഷം അതിൻ്റെ ആ തള്ള പക്ഷിയുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ കൂടുണ്ട്, വലിയൊരു കനവും ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. So for many months now you are carrying the nest, the mother bird, the father bird, chicks, you are carrying around. ഒത്തിരി മാസങ്ങളായി നിങ്ങളിപ്പോൾ ഈ അമ്മ പക്ഷിയുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ കൂടുണ്ട്, അതിനെ ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. In the first case, the birds were flying only in the air. ആദ്യത്തെ സാഹചര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പക്ഷികൾ ആകാശത്തിലൂടെ മാത്രമാണ് പറന്നുകൊണ്ടിരുന്നത്. You are not affected. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ദോഷവും സംഭവിക്കുന്നില്ലായിരുന്നു. Now you are affected. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. Because the birds have possessed your hair and this area. നിങ്ങളുടെ തലയും തലമുടിയും ആ സ്ഥലത്ത് ആ പക്ഷി വന്ന് അതിൻ്റെ സ്വാധീനം അത് ഉറപ്പിച്ചിരിക്കുകയാണ്. In the same way, അതുപോലെ തന്നെ if bad thoughts are coming and going, you are not harmed. ഇതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ വരികയും പോവുകയും മാത്രം ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പം തന്നെയില്ല. You are not hurt. അതിൻ്റെ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല. But if you allow the bad thoughts to settle down in you, and if you are allowing if you are harboring the bad thoughts in you, you will be affected. എന്നാൽ നിങ്ങൾ ആ ചിന്തകൾ ഒത്തിരി നേരം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുകയും അതിനെ തന്നെ ആ ചിന്തകളെ കൂടുതലായി നിങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പക്ഷികൾ കൂടുകൂട്ടിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്ഥിരമായി നിലനിൽക്കും. Revenge, hatred, unforgiveness, a lot of negative stuff, a lot of bad thoughts, if you are harboring in your heart, you will be affected. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രതികാരങ്ങൾ, ദേഷ്യങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെ തെറ്റായ പാപത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ വിട്ട് കളയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷമായി ഭവിക്കാൻ പോവുകയാണ്. Did you get the point? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? All of us once a while bad thoughts may come, but you have to leave it there. മനുഷ്യർക്ക് എല്ലാവർക്കും തെറ്റായ ചിന്തകളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അത് അപ്പോൾ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. Never harbor it in your head or in your heart. എപ്പോഴും ആ ചിന്തകൾ തന്നെ നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ അതിനെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. Working on it, hatred, never do like that. ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ദേഷ്യപ്പെടുന്ന ഒരു ചിന്ത വന്നാൽ, ഒരു വെറുപ്പിന്റെ ചിന്ത വന്നാൽ, അത് തന്നെ ചിന്തിച്ച് അങ്ങനെ നിങ്ങളുടെ ജീവിതം അതിനു വേണ്ടി തന്നെ മാറ്റിവെക്കരുത്. So Paul is saying we demolish such thoughts spiritually, and we bring all such thoughts into the subjection of the knowledge of Christ. പൗലോസ് ഇവിടെ പറയുകയാണ്, അങ്ങനെ വരുന്ന തെറ്റായിട്ടുള്ള എല്ലാ ചിന്തകളെയും ആത്മീകമായി കീഴടക്കിയിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് കീഴിലേക്ക് ആ ഓരോ ചിന്തകളെയും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. How many of you understand what I'm saying? നിങ്ങൾക്ക് ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? This is the internal battle we all have to fight
every day. ഈ ഒരു യുദ്ധം നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. Somebody did something against you. ആരെങ്കിലും നിങ്ങൾക്കെതിരെ ദോഷം എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തു, deceived you. ചില ആളുകൾ നിങ്ങളെ വഞ്ചിച്ചെന്നിരിക്കട്ടെ. Suddenly you get angry. പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. You want to take revenge. പെട്ടെന്ന് നിങ്ങൾക്ക് അവർക്കെതിരായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. You want to retaliate. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം തീർക്കേണ്ടതായിട്ട് വരും. But that time you have to bring all these thoughts into the subjection of the knowledge of Christ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ തെറ്റായി വരുന്ന എല്ലാ ചിന്തകളെയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് ദൈവികമായ രീതിയിൽ ആ ചിന്തകളെ എല്ലാം നിങ്ങൾ കീഴടക്കി അതിനെല്ലാം തോൽപ്പിക്കേണ്ടതാണ്. Sometimes our thoughts are bad thoughts. ചില സമയത്ത് നമ്മുടെ ചിന്തകൾ തെറ്റായ ചിന്തകളായി മാറാറുണ്ട്. So what you have to do is saturate your head, your mind with the good thoughts of God. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ദൈവികമായ ചിന്തകളാൽ നിങ്ങൾ നിറയ്ക്കേണ്ടതാണ്. Hallelujah. Hallelujah. So that's why the Bible says always meditate on the word of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ബൈബിൾ പറയുന്നത് ദൈവവചനം നമ്മൾ ഓരോ സമയത്തും ഓരോ പ്രാവശ്യവും നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോയമ്പത്തൂർ മാർച്ച് 4 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. മീനാക്ഷി ഹാൾ, അവനാശി റോഡ്, പാപ്പനക്കൻ പാളയം, കോയമ്പത്തൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്നു. എല്ലാ ദിവസവും അങ്ങ് ചെയ്യുന്നത് പോലെ കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. അദൃശ്യമായ അങ്ങയുടെ ആത്മാവ് ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീപ്പൊള്ളലേറ്റത് നേരത്തെയാണ്, പക്ഷേ ഇപ്പോഴും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന പല വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. കണ്ണുനീർ ഗ്രന്ഥികളിൽ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ സ്മെല്ല് ചെയ്താൽ തിരിച്ചറിയാൻ കഴിയാത്ത, ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്ന, വൃക്കകളുടെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ശരീരത്തിലുള്ള വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ത്വക്കിനെ ബാധിച്ചിരിക്കുന്ന സൊറായസിസ് പോലുള്ള രോഗങ്ങൾ, ഇതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ 2 കാൽമുട്ടിൽ നീരുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുകൂടാതെ വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്നൊരു വ്യക്തി, ആ ശരീരത്തിൽ വലിയൊരു സൗഖ്യം കർത്താവ് നൽകുകയാണ്. പൂർണ്ണ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. വേറൊരു വ്യക്തി, ഒരു വടിയുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ നടക്കുന്നത്, എന്നാൽ 2 കാലും ഊന്നി വളരെ ആരോഗ്യത്തോടെ നടക്കാൻ കർത്താവ് ഈ നിമിഷം മുതൽ ഒരു കൃപ നൽകുകയാണ്. നിങ്ങൾക്ക് ആ വടി മാറ്റി യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് വളരെ നന്നായി ഇപ്പോൾ മുതൽ നടന്നു തുടങ്ങാം. വിശ്വാസത്താൽ അത് ചെയ്യുക. ആക്ട് ഇൻ ജീസസ് നെയിം. കർത്താവ് അത് ചെയ്യുന്നതിനാൽ നന്ദി. അപസ്മാര രോഗികൾ ഇപ്പോൾ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ മാനസിക രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓട്ടിസം ബാധിച്ച വ്യക്തി, കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രോബ്ലംസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ആ വിടുതലുകൾ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ദൈവികമായ വലിയ വിടുതലുകൾക്കായി ഇപ്പോൾ നന്ദി പറയുന്നു. അതുപോലെ അനാവശ്യമായ ബ്ലീഡിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. പൈശാചികമായ ചില പ്രവൃത്തികൾ, ചില കുടുംബങ്ങളിൽ വലിയ തകരാറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തെ ഇപ്പോൾ വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പ്രതിഷ്ഠിക്കുക.
യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചികമായ പ്രവർത്തനങ്ങൾ ആ വീട് വിട്ട് ആ കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. മാരകമായ വിവിധ രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ ടി വി സ്ക്രീനിലേക്ക് കൈകൾ രണ്ടും നീട്ടിക്കൊണ്ട് എവിടെയാണ് നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുള്ളത് അത് കർത്താവിനോട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവ് അങ്ങ് കൈനീട്ടി ആ വിടുതലുകൾ ഇപ്പോൾ കൽപ്പിക്കുന്നതിനാൽ നന്ദി. ഷുഗർ രോഗം യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. ഹോർമോണൽ പ്രോബ്ലംസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ജീസസ്. കണ്ണുകളുടെ രോഗങ്ങൾ മാറട്ടെ, തലച്ചോറിലെ രോഗങ്ങൾ മാറട്ടെ. ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ വിടുതലുകൾ കൊടുത്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച തൃശ്ശൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു. ഇതിൽ രണ്ടിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വന്ന് അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായ എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് ഓഫീസ് ടൈമിൽ വിളിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ തേടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ അത് കരസ്ഥമാക്കാം. ധാരാളമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.